Watsapp is Revokerz Media നാസിമാണ്. iPhone എന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയ ആഗ്രഹമുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. പല ആളുകളും iPhone സ്വന്തമാക്കാൻ കാത്തിരിക്കുന്നുണ്ട്. iPhone എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. iPhone എടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, ദോഷങ്ങൾ, അല്ലെങ്കിൽ ഇനി ഏത് iPhone എടുക്കണം, നിങ്ങളുടെ പർപ്പസിന് പറ്റിയ iPhone ഏതാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഐഫോണിന്റെ ഏറ്റവും പുതിയ സീരീസ് iPhone 15 ലോഞ്ച് ആകാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ഐഫോൺ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അത്യാവശ്യം ഒരു ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏറ്റവും പുതിയ iPhone 50 തന്നെ എടുക്കാനാണ് ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, പഴയ സീരീസിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ പുതിയ സീരീസിൽ വരുന്നുണ്ടായിരിക്കും. iPhone 50യുടെ കാര്യം നോക്കുകയാണെങ്കിൽ ധാരാളം മാറ്റങ്ങളാണ് iPhone 50ൽ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് iPhone കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വേരിയന്റിലും ഡൈനാമിക് ഐലൻഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബാറ്ററിയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പഴയ ഐഫോണിനെ അപേക്ഷിച്ച് ആ ഒരു സ്ക്വയർ ഒക്കെ മാറ്റിയിട്ട് അതൊരു പ്ലാറ്റിനം ഫ്രെയിമാണ് ഇത്തവണ iPhone കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് ലീക്കുകൾ പറയുന്നത്. അതേപോലെ തന്നെ ഡിസ്പ്ലേയുടെ ബെസൽസ് നല്ല രീതിയിൽ iPhone 50ൽ കുറച്ചിട്ടുമുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ iPhone 50 എടുക്കാനുള്ള ഒരു എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ iPhone നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 11 മുതൽ എല്ലാ ആളുകളും നോക്കുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ 11 എല്ലാവരും അങ്ങ് മാറ്റി വെച്ചേക്കുക. 11 ഒക്കെ പഴയതായി. ഇനി വരുന്ന തലമുറയ്ക്ക് 5G നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ 11ൽ 5G കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്തരത്തിൽ നിങ്ങൾ iPhone വേണം എന്ന് അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് കുറവാണെങ്കിൽ 11 ജസ്റ്റ് ഒന്ന് പരിഗണിക്കാൻ പറ്റുന്ന ഒരു മൊബൈലാണ്. 11 എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു മൊബൈൽ ആണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നല്ല മൊബൈൽ തന്നെയാണ്. പക്ഷേങ്കിൽ 5G കാര്യങ്ങളൊന്നും ഈ ഒരു 11ൽ വരുന്നില്ല. ഈ ഒരു സമയത്ത് ഏതൊക്കെ ഐഫോണുകളാണ് ഏറ്റവും എടുക്കാൻ ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞു തരാം. 12, 13, 14 ബെറ്റർ ചോയ്സ് ആണ്. 15ന്റെ കാര്യം നേരത്തെ പറഞ്ഞു. ക്യാഷ് നല്ല രീതിയിലുള്ള ആളുകൾക്ക് പുതിയ സീരീസ് നിരക്ക് 15 എടുക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 12 മുതലെങ്കിലും നിങ്ങൾ എടുക്കുക. കാരണം 5G സപ്പോർട്ട് വരുന്നത് 12 മുതലാണ്. ക്യാഷ് മുടക്കിയതിന് ശേഷം 5G എടുത്താൽ നല്ലതായിരുന്നു എന്ന് ഒരിക്കലും നമുക്ക് തോന്നരുത്. അതുകൊണ്ട് തന്നെ 12 മുതൽ എടുക്കുക. അതേപോലെ തന്നെ ഗെയിമിംഗ് പർപ്പസിനൊക്കെയാണ് നിങ്ങൾ iPhone ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 13 എങ്കിലും എടുക്കുക. 12ലൊക്കെ അത്യാവശ്യം ലാഗ് ഒക്കെ വരുന്നുണ്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട്. ക്യാമറ പർപ്പസിനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് 13 തന്നെ ആയിരിക്കും. 13 14ലേക്ക് അപ്ഡേഷൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസം മാത്രമേ 14 സീരീസിൽ iPhone കൊണ്ടുവന്ന് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 13 ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് തന്നെ തുടരുക. 13 മാറണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 15ലേക്ക് തന്നെ മാറുക. 14ലേക്ക് നിങ്ങൾ മാറാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചാടി കയറി iPhone എടുക്കരുത്. മറ്റൊന്നുമല്ല, ബിഗ് ബില്യൺ സെയിലൊക്കെ ഈ ഒരു മാസം അവസാനം വരികയാണ്. ആ ഒരു സമയത്ത് നല്ല ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് 12, 30, 14 ഒക്കെ കിട്ടുന്നുണ്ട്. ഏകദേശം 10,000, 15,000 രൂപയുടെ വ്യത്യാസമാണ് മൊബൈലിൽ വന്നിരിക്കുന്നത്. 12 ഒക്കെ എടുക്കാനാണെങ്കിൽ ഏകദേശം 35,000 to 40,000 രൂപയ്ക്കിടയിൽ നിങ്ങൾക്ക് iPhone 12 കിട്ടുന്നുണ്ട്. സെയിൽ സമയത്ത് ഈ മാസം അവസാനം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 13 128 വരുന്നത് ഏകദേശം 45,000 മുതൽ 50,000 രൂപ വരെയാണ്. 14 ഏകദേശം 55,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ഉള്ള അറിയിപ്പുകൾ വഴി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും ചാടി കയറിപ്പോയി iPhone എടുക്കാൻ നിൽക്കരുത്. ഈ ഓഫർ സമയത്ത് മാക്സിമം നിങ്ങൾ നോക്കി നിൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ ബഡ്ജറ്റിനുള്ള ഒരു iPhone എടുക്കുക. രാത്രി 12 മണിക്കൊക്കെ ആയിരിക്കാം ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സമയം ചൂടപ്പം പോലെ ഈ ഒരു ഫോൺസ് ഒക്കെ വിറ്റുപോകും. ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സമയമാണ് ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഇവരൊരു പ്രത്യേക കളി കളിക്കും. ചിലപ്പോൾ കുറച്ച് വിലയൊക്കെ അങ്ങ് കൂട്ടിയിടും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു 5,000 രൂപ കുറവൊക്കെ ഉണ്ടെന്ന് ഓർത്ത് നമ്മൾ ചാടിക്കേറി എടുക്കും. അങ്ങനെ എടുക്കരുത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മൊബൈലിന് 50,000 രൂപയാണെങ്കിൽ ചിലപ്പോൾ ഒരു 12:30, 1 മണിയൊക്കെ ആയി കഴിയുമ്പോൾ അതിന്റെ സെയിൽ തീരും. ആ ഒരു സമയത്ത് ചിലപ്പോൾ 55,000, 56,000 രൂപയ്ക്കായിരിക്കും ഇവർ വീണ്ടും ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ ഇട്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു 3 മണി 4 മണിയൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും ഇതൊരു 50,000 അല്ലെങ്കിൽ 45,000 രൂപയിലേക്ക് വരും. ഇത്തരത്തിൽ ഓഫർ കൃത്യമായി നോക്കിയിരുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺസ് ബൈ ചെയ്യുക. iPhone ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഈ സെയിൽ സമയത്ത് തന്നെ എടുക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യമാണ്. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അതേപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.